ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് കാലത്തെ കുറച്ച് വൈകിപ്പോയി എഴുന്നേൽക്കാനായിട്ട് കേട്ടോ. അപ്പം എൻ്റെ കാലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാലത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് ആദ്യം ഇറങ്ങി മഴ പെയ്ത് പോയിട്ടുണ്ട്. അപ്പം മുറ്റത്തൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കി നേരെ അടുക്കളയിലോട്ട് വന്നിട്ടാ. ഞാൻ നേരം വൈകിയ കാരണം കൊണ്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പപ്പണിയാണ്. നമ്മളുടെ ചോയ്സിൻ്റെ പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചതിൻ്റെ ബാലൻസ്. അപ്പം കുറച്ച് അതെടുത്തിട്ട് ഞാനൊരു കപ്പിൽ ഈ കപ്പിൽ അളന്നിട്ട് ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നുള്ളൂ ആ പൊടി. അപ്പം അതും അതിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കുവാണ് കേട്ടോ. നമ്മൾ എത്ര പൊടിയാണോ എടുക്കുന്നത് അത്രയും തന്നെ അളവിൽ വെള്ളം ചേർക്കണം കേട്ടോ. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം ഈ പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ആദ്യം യൂസ് ചെയ്തപ്പം മനസ്സിലായിട്ടുണ്ടായില്ല ഇത്രയും വെള്ളം ചേർക്കണമെന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ. അത്രയും വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ ആവും, ആ മാവ് പോലെ ആവും. അപ്പം ഞാൻ പേടിച്ചു പോയി. പക്ഷേ അത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പം കറക്റ്റ് പരുവായിട്ടുണ്ടാവും കേട്ടോ നമ്മളുടെ പുട്ടുപൊടി. അപ്പം ഞാൻ അതവിടെ മൂടി വെച്ചിട്ട് കാലത്ത് വൈകി കഴിഞ്ഞിട്ട് കാരണം കൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഞാനൊരു കട്ടനൊക്കെ വെച്ച് ബിസ്ക്കറ്റും കൂട്ടി കഴിക്കുവാണ് കേട്ടോ. അപ്പം അന്നത്തെ ആ ഒരു എനർജി ഫുൾ അതുമ്മലായിരിക്കും. ചിലപ്പം ചായ കുടിക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്നൊന്നും വരില്ല. മോനെ മദ്രസയിൽ വിട്ട് ഞാൻ കാലത്ത് തന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പണികൾക്കൊക്കെ ഒന്ന് കയറുന്നത്. അപ്പം അവനെ റെഡിയാക്കേണ്ടി വരും വന്നിട്ട്. അപ്പം ഞാൻ നേരെ കുക്കിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഞാൻ ഇന്ന് കാലത്ത് പുട്ടിന് കടലക്കറിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പം ഞാൻ മൂന്ന് പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കടലക്കറിക്കുള്ള സവാള അരിഞ്ഞ് വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചധികം ചതച്ചിട്ട് വെക്കലാണ്, സമയം കിട്ടാത്തപ്പം ഞാൻ അപ്പം കുറച്ചായിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. ഞാനപ്പോൾ ഇതിപ്പം ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം ഞാനത് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. പിന്നെന്താ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം എന്താ പറയുക, എനിക്കതൊരു സന്തോഷമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം എനിക്കതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകവും പിന്നെ ഒരു 3 കുരുമുളക്, പിന്നെ ഒരു ചെറിയ ഗ്രാമ്പു, 1-2 ഗ്രാമ്പു, പിന്നെ ഏലക്ക ഇല്ല, നമ്മളുടെ തക്കോലുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട ഉണ്ട്, ഒരു കുഞ്ഞു പീസ്. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്നും എന്താ പറയുക പൊട്ടി അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഞാനിപ്പോൾ അത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ച് കിടന്ന് അത് വാടിക്കോളും, ഒന്ന് മൂടി വെച്ചാൽ മതിയാവും കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ കടലക്കറിക്കുള്ള കടല ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ. ഞാനിന്ന് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ച കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് പണി കുറഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് നേരെ തട്ടിയാൽ മതിയല്ലോ. അപ്പം ഞാനത് തലേ ദിവസം വേവിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ വെള്ളത്തോടൊപ്പം തന്നെ ഞാനൊരു പാത്രത്തിൽ മൂടി വെച്ചേക്കണായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം അത് നമ്മളുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഗരം മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ ചേർക്കാൻ. എൻ്റെ കയ്യിൽ അത് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾറെഡി നമ്മൾ സ്പൈസസ് ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അത് മതിയാകും. അപ്പം അതൊന്ന് നന്നായി അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക കടല വേവിച്ചത് ഞാൻ അതിൻ്റെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് വേറൊരു സംഭവം കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു കടലക്കറിയിൽ തേങ്ങ വറുത്തരക്കാതെ നമുക്ക് ഈ ഒരു കറി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. കുറച്ച് കടല ഞാൻ വേവിച്ച് വെച്ചതിൽ നിന്നും ഒരു 2-3 ടീസ്പൂൺ കടല വെള്ളത്തോടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കിയ ശേഷം അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വരാനും കൂടി വേണ്ടിയിട്ടാണ്. നല്ല കൊഴുപ്പുള്ള കറിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കടലക്കറി നമ്മളുടെ പുട്ടിനൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചാറ് വേണമല്ലോ.
അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ടിപ്പും കൂടിയാണ്. കുറേ പേർക്ക് അത് അറിയാമായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇതാ അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാനത് അവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അത് അവിടെ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞാനപ്പോൾ ആ സമയത്ത് നമ്മുടെ പുട്ടുപൊടി ഇത് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഞാൻ ഉടച്ചെടുക്കുവാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് തേങ്ങ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ട് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ തേങ്ങയും തലേ ദിവസം തന്നെ ഒരു ഒന്നര തേങ്ങ ഞാൻ ചിരകിയിട്ട് ഒരു ബോക്സിലാക്കി അടച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതൊരു 2-3 ദിവസത്തിനുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് കാലത്ത് ഈ പറഞ്ഞ പോലെ നേരം വൈകിയാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിലൊക്കെ ഒത്തിരി അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാനിത് ആ പുട്ട് ചൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. ഞങ്ങളുടെ ഇവിടെ പൂട്ട് ചൂടുന്ന കണാന്ന് വേണം പറയാം കേട്ടോ. മറ്റുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ ഞാൻ പുട്ട് കണയിലേക്ക് അത് വെച്ചിട്ട് ഞാൻ അടപ്പത്തത് കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കടലക്കറി ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് നമ്മുടെ വെണ്ടക്കായ ഒന്ന് ഉപ്പേരിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പം കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയിട്ട് നമ്മൾ നേരെ ആദ്യം തന്നെ ചേർക്കണത് വെണ്ടക്കായാണ് കേട്ടോ. വെണ്ടക്കായ ചേർത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് അടച്ച് വെക്കാതെ തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 10-12 മിനിറ്റോളം നമ്മളതങ്ങനെ തുറന്ന് വെച്ച് നന്നായി സോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം തന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും. നമ്മൾ സവാളയാണ് സാധാരണ, അത് ഓരോരുത്തരും ഇഷ്ടം, ഞാൻ എങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി നന്നായി ഒന്ന് ഡ്രൈ ആയി വന്ന് തുടങ്ങിയാൽ നമ്മളുടെ സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ സവാളയെല്ലാം ഇവിടെ എടുത്തേക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ. ഒരു 5-6 ചുവന്നുള്ളി ചെറിയ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിനായിട്ട്. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. മുളക് പൊടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ അതൊന്ന് നന്നായി സോട്ട് ചെയ്ത് കുറച്ച് നേരം അതും നന്നായി ഒന്ന് വാട്ടി അതിലേക്ക് ഞാൻ ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് 2-3 ടീസ്പൂണ് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായി സോട്ട് ചെയ്ത് അത് മൊരിച്ചെടുക്കണം കേട്ടോ. അത് ക്രിസ്പി നല്ല ഒരു മൊരിഞ്ഞ പോലെ ആകണ്ട എന്നുള്ളവർക്ക് അത് അപ്പോഴേ തന്നെ തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ശേഷം അത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ആ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ നേരെ കിച്ചണിലോട്ട് തന്നെ വന്നു കേട്ടോ. നമ്മൾക്ക് മീൻകറി ഉണ്ടാക്കണം. ഉച്ചക്കത്തേക്ക് ചോറ് നമ്മൾ ഓൾറെഡി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. മഴ ആയതുകൊണ്ട് അടുപ്പും കത്തുന്നില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം എന്താ ഞാൻ ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉലുവ 1 ടേബിൾ സ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളി ചേർക്കാം കേട്ടോ. ഞാൻ ചുവന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ എന്ന് പറയുന്നത് നമ്മളുടെ കൊഴുവയാണ് കേട്ടോ. ഇവിടെ കൊഴുവ എന്നാണ് പറയുക. കൊഴുവ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനപ്പം അതിലേക്ക് അതൊന്ന് മൊരിയണ്ട, ഒന്ന് വാടി വന്നാൽ മതിയാകും. അപ്പം അതിലേക്ക് ഒരു 2 അല്ലി നമ്മളുടെ കുടപ്പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുടപ്പുളി ഇപ്പോഴേ ചേർത്താലുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളിയൊക്കെ നേരത്തെ തന്നെ ഇളകും കറിയിലേക്ക് കേട്ടോ. അപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് വാടാനും വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമെന്നാണ് പറയണത്. അപ്പം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മൂപ്പിച്ച ശേഷം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ നമ്മളുടെ മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ തലേദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നന്നായി ആ മീനിട്ട ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടതുണ്ട്. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പാലും 1-ാം പാലും 2-ാം പാലും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. 2 തവണയായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എനിക്കിപ്പം സമയക്കുറവ് കാരണം കൊണ്ട് അതങ്ങനെ ചേർക്കുവാണ് കേട്ടോ.
അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചാറിനും വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി പോരാത്ത ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് മൂടി വെക്കുവാണ് കേട്ടോ. അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് മുകളിലോട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ സ്കൂൾ വണ്ടി വരാൻ നേരമായിട്ടുണ്ടായിരുന്നു. മോനെ പറഞ്ഞയക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. സ്കൂൾ വണ്ടി അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം. നമ്മൾ ഉള്ളിലായതുകൊണ്ട് ജംഗ്ഷൻ റോട്ടിലേക്ക് ചെന്നിട്ട് വേണം ബസ് കയറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവനെ റെഡിയാക്കി നേരെ ഞാൻ അവനെ വണ്ടി കയറ്റി വിട്ടിട്ടാണ് കേട്ടോ തിരിച്ച് വന്നിട്ട് ഞാനിപ്പം ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറേ പണികളെടുത്ത് മക്കളെ സ്കൂളിൽ വിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ സമയം അങ്ങനെ കണ്ടെത്താത്തവരായിരിക്കും കൂടുതൽ പേരും. അപ്പം ഞാനും ഇങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്കും കൂടെ കാണുവാനുള്ള ഒരു ഇതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിലിടാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇത് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നി കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തർ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ബൈ ബൈ.